ഭരണഘടനാ ഭേദഗതികൾ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതു ഭാഗത്താണ്? 20ാമത്തെ ഭാഗത്ത് അല്ലേ? ഭാഗം 20ാമത്തെ ഭാഗത്താണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368. ഭാഗം എത്രയാ? ഭാഗം 20. ആർട്ടിക്കിൾ 368 ആണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി കടമെടുത്തത്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രീതികളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രീതികളിൽ തെറ്റായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ, പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയും ഉള്ള ഭേദഗതി. കോടതിയുടെ അഭിപ്രായം നമുക്ക് ഭേദഗതിക്ക് ആവശ്യമില്ല. പാർലമെൻറ്റിൻ്റെ അനുമതിയാണ് വേണ്ടത്. കേവല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള പാർലമെൻറ്റിൻ്റെ അനുമതിയും സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയുള്ള പാർലമെൻറ്റിൻ്റെ അനുമതിയും പാർലമെൻറ്റ് സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവുമാണ് ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യം. അപ്പോൾ ഇത് മൂന്നും ഭരണഘടനാ ഭേദഗതി ചെയ്യാം നമുക്ക്. ഇത് മൂന്നും അനുസരിച്ച് കോടതിയുടെ അഭിപ്രായം ഭരണഘടനാ ഭേദഗതിയെ ബാധിക്കുന്ന ഒന്നല്ല. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാ? 42ാം ഭരണഘടനാ ഭേദഗതി. 1976 42ാം ഭേദഗതി നിലവിൽ. 42ാം ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. രാഷ്ട്രപതി ആരായിരുന്നു? പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി വന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി വന്നത്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയിലാണ്. ആമുഖം ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയിലൂടെയാണ് അല്ലേ? ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 42ാം ഭേദഗതി. അടുത്തത് GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. ഏതാണ്? 101ാം ഭേദഗതിയാണ്. 101ാം ഭേദഗതിയാണ് GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 2016 2016 GST ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാ? 2016 സെപ്റ്റംബർ 8 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2016 സെപ്റ്റംബർ 8 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. GST ബിൽ നിലവിൽ വന്നത്
2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ആസാം കേട്ടോ. 16ാമത്തെ സംസ്ഥാനം ഒഡീഷ. ആദ്യത്തെ സംസ്ഥാനം ആസാമും ബിൽ പാസ്സാക്കിയ 16ാമത്തെ സംസ്ഥാനം ഒഡീഷയുമാണ്. നിലവിൽ വന്നത് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. 2017 ജൂലൈ 1-ന് 101-ാം ഭേദഗതി എന്താണ്? GST ആണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101-ാം ഭേദഗതി. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 42ാം ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയത് മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം. 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3-നാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ജനുവരി 3 1977 ജനുവരി 3-നാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം. 1977 ജനുവരി 3. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതി. എന്താ? സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതി. ഏത് ഭേദഗതിയാണ്? 103ാമത്തെ ഭേദഗതിയാണ്. 103ാമത്തെ ഭേദഗതിയാണ് 10% സാമ്പത്തിക സംവരണം അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി. 42ാം ഭേദഗതി. 42ാം ഭേദഗതി. ജമ്മു കാശ്മീർ പുനർസംഘടന രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീർ പുനർസംഘടന രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. ജമ്മു കാശ്മീർ പുനർസംഘടന രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. ജമ്മു കാശ്മീർ പുനർസംഘടനാ ബില്ലിൻ്റെ ഭാഗമായി നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ജമ്മു കാശ്മീർ, ലഡാക്ക്. ജമ്മു കാശ്മീർ, ലഡാക്ക്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ പുനർസംഘടനാ ബില്ലിൻ്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ. ജമ്മു കാശ്മീർ പുനർസംഘടനാ ബില്ലിൻ്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ 370-35A. ആർട്ടിക്കിൾ 370-35A. ജമ്മു കാശ്മീർ പുനർസംഘടനാ ബില്ലിൻ്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 370
35A. ജമ്മു കാശ്മീർ പുനർസംഘടനാ ബിൽ നിയമമായതോടുകൂടി ഇന്ത്യയിലെ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. ജമ്മു കാശ്മീർ പുനർസംഘടനാ ബിൽ നിയമമായതോടുകൂടി ഇന്ത്യയിലെ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ജമ്മു കാശ്മീർ പുനർസംഘടനാ ബിൽ നിയമമായതോടുകൂടി ഇന്ത്യയിലെ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. 44-ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. 52-ാം ഭേദഗതി. 52-ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതി. 52-ാം ഭേദഗതി. കൊല്ലം ഏതാണ്? 1985 ഈ ഭേദഗതി നിലവിൽ വന്നത്. 52-ാം ഭേദഗതി 1985. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ്. ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ്. ആർട്ടിക്കിൾ 300A. ദേശീയ അടിയന്തരാവസ്ഥാ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദ് ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. ദേശീയ അടിയന്തരാവസ്ഥാ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദ് ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി. ദേശീയ അടിയന്തരാവസ്ഥാ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. 44-ാം ഭേദഗതി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി. 7-ാം ഭേദഗതി. 7-ാം ഭേദഗതി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി. 7-ാം ഭേദഗതി. 1958 ഇന്ത്യ-പാക് ഉടമ്പടി പ്രകാരം ബേരുമാരി യൂണിയൻ എന്ന സ്ഥലം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതി. 1958 ഇന്ത്യ-പാക് ഉടമ്പടി പ്രകാരം ബേരുമാരി യൂണിയൻ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതി. 9-ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി. 24-ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി. 24-ാം ഭേദഗതി. മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന
പ്രവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. 26-ാം ഭേദഗതി. 26-ാം ഭേദഗതി. മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. 26-ാം ഭേദഗതി 1971-ലാണ്. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി പാസാക്കിയ ഭേദഗതി. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി പാസാക്കിയ ഭേദഗതി. 29-ാം ഭേദഗതി. 29-ാം ഭേദഗതി. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി പാസാക്കിയ ഭേദഗതി. 29-ാം ഭേദഗതി. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി. 73-ാം ഭേദഗതി. 73-ാം ഭേദഗതി. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി. 73-ാം ഭേദഗതി. നഗരപാലികാ നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതി. നഗരപാലികാ നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതി. 74-ാം ഭേദഗതി. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയ ഭേദഗതി. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയ ഭേദഗതി. 69-ാം ഭേദഗതി. 1991-ലാണ് 69-ാം ഭേദഗതി പാസാക്കിയത്. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയ ഭേദഗതി. 69-ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ച ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ച ഭേദഗതി. 61-ാം ഭേദഗതി. 1988-ൽ 61-ാം ഭേദഗതി. ഇത് നിലവിൽ വന്നത് 1989-ലാണ്. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച ഭേദഗതി നിലവിൽ വന്നത് 1989-ലാണ്. 61-ാം ഭേദഗതി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി. 86-ാം ഭേദഗതി. 86-ാം ഭേദഗതി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി. 86-ാം ഭേദഗതി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം റദ്ദു ചെയ്യപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം റദ്ദു ചെയ്യപ്പെട്ട ഭരണഘടനാ ഭേദഗതി. 104-ാം ഭേദഗതി. 104-ാം ഭേദഗതി 2019-ലാണ് നിലവിൽ വന്നത്. 104-ാം ഭേദഗതി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം റദ്ദു ചെയ്യപ്പെട്ട ഭരണഘടനാ ഭേദഗതി. 104-ാം ഭേദഗതി.